നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ പൊതുകടം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 5 ലക്ഷം കോടിയിലാണ്. 2016 UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു പൊതുകടം. അതായത് സംസ്ഥാനം രൂപീകൃതമായി 2016 വരെ പൊതുകടം 1.5 ലക്ഷം കോടി. 2016 മുതൽ 2026 വരെ കഴിഞ്ഞ വെറും 10 വർഷം കൊണ്ട് ആ 1.5 ലക്ഷം കോടി 3 ഇരട്ടിയായി ഉയർന്ന് 5 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്നു. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ കൊള്ളകൾ നടന്നിട്ടുണ്ടോ എന്ന്. ആസൂത്രിതമായ കൊള്ളകളിലൂടെയാണോ ഇത്രയധികം ഭയാനകമായി പൊതുകടം വർദ്ധിച്ചതെന്ന് പൊതുസമൂഹം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന് ഒരു തരിമ്പെങ്കിലും വൻ ഭൂരിപക്ഷം നൽകി ജയിപ്പിച്ചുവിട്ട ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുക. എന്തിനു വേണ്ടി? ഈ ഭയാനകമായ വർധനവ്, പൊതുകടത്തിലുണ്ടായ ഭയാനകമായ വർധനവിന് പിന്നിൽ ആസൂത്രിതമായ കൊള്ളകളുണ്ടോ എന്നറിയാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുക. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. കൊള്ളകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് കൊള്ളകൾ നടത്തിയത്, തെളിവ് സഹിതം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അവരർഹിച്ച ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഇതുപോലും ചെയ്യാൻ UDF സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ജനങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധതയും ജനങ്ങളോടില്ല. ജസ്റ്റ് അധികാരത്തിലെത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അധികാരം കിട്ടി, ഇനി ഞങ്ങൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ല. ആര് വേണേലും കൊള്ളയടിച്ചോട്ടെ, ആര് വേണേലും കട്ടോട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്നതാണ് നിങ്ങളുടെ നിലപാടെന്ന് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി, പരോക്ഷമായി ജനങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ അധികാരത്തിലെത്തി 2 മാസം ആകാറായി. ഇത്രയും നാളും കാത്തിരുന്നു, എന്തെങ്കിലും ഒരു നടപടി പ്രഖ്യാപിക്കും, ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരാവശ്യമായി മുന്നോട്ട് വരുന്നത്. ഇതൊരു ശക്തമായ ആവശ്യമാണ്. ഇതൊരു അഭ്യർത്ഥനയല്ല, ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു ഡിമാൻഡാണ്. എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം പ്രഖ്യാപിക്കുക. ഒരു പ്രത്യേക സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക. ജനങ്ങൾക്കറിയണമെന്നേ, കൊള്ളകൾ നടന്നിട്ടുണ്ടെന്ന് ജനങ്ങൾക്കറിയണം. നിയമസഭയിൽ G. സുധാകരൻ പോലും പറഞ്ഞു, ഈ 5 ലക്ഷം കോടിയുടെ പൊതുകടത്തിൽ 1 ലക്ഷം കോടിയിലധികം കൊള്ളയടിക്കപ്പെട്ടതാണെന്നുള്ളത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തുകളിക്കുകയാണ്, LDFുമായി നിങ്ങൾ ഒത്തുകളിക്കുകയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ബോധ്യപ്പെടും.